നമസ്കാരം. കേരളത്തിൽ മലയാളികളെ നാണം കെടുത്തിയിട്ടുള്ള, മലയാളികളെ ആക്ഷേപിച്ചിട്ടുള്ള രണ്ട് മന്ത്രിമാരാണ് പ്രധാനമായിട്ട്. ഒന്ന് ആരോഗ്യമന്ത്രിയും അതുപോലെ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ അടുത്ത കാര്യം നമുക്ക് പറയാം, ഒരു റൗണ്ട് കൂടെ എണ്ണാനുണ്ട്. ആരോഗ്യമന്ത്രിയുടെ കാര്യം തീരുമാനമായി. ഇതുവരെ വോട്ടെണ്ണി തുടങ്ങിയ ഓരോ ഘട്ടങ്ങളിലും ഓരോ റൗണ്ടുകളിലും ഒരു തവണ പോലും നമ്മുടെ ഒന്നാം നമ്പർ ആരോഗ്യ കേരളത്തിന്റെ കാവലാൾ, പറയുന്നത് ലോകത്തെ ഏറ്റവും അധികം എന്താ പറയാ ആരോഗ്യ സംവിധാനങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള നമ്മുടെ മന്ത്രി, എല്ലാവരും രോഗമില്ലാതെ ജീവിക്കുക ഇവിടെ. എന്നിട്ടാണ് കഴിഞ്ഞ കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് കഴുത്തുള്ളിക്ക് നാടകം ഇട്ടത്. എന്തായാലും ആ നാടകമൊക്കെ അവർക്ക് ഉപകാരമായിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഒന്നായി തീരുമാനിച്ചു, ഇങ്ങനെ ഉള്ളവർ ആരോഗ്യ രംഗത്തല്ല ഇരിക്കേണ്ടത്, അവർ അഭിനയ രംഗത്തേക്കാണ്. ഇനി ശിഷ്ടകാലം അവർ വല്ല നാടകം കളിച്ചോ അല്ലെങ്കിൽ പോയി സിനിമയിൽ അഭിനയിച്ചോ, ഇനി ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ പഴയ പണി തന്നെ എടുത്ത് വല്ല ചാനലിൽ കയറി വാർത്ത വായിച്ചോ ഒക്കെ ഇരുന്നോട്ടെ എന്ന് കരുതി. കാരണം അത്രത്തോളം ജനങ്ങളെ മാനം കെടുത്തി പൊട്ടന്മാരാക്കി. ഇപ്പോ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേർ, KSUവിന്റെ പിള്ളേർ എന്നതല്ല, അത് നമുക്ക് മാറ്റിവെക്കാം. ആരും ആയിക്കോട്ടെ, 5 ചെറുപ്പക്കാരെ കണ്ണൂരിൽ വന്നിട്ട് ഒരു ചെറിയൊരു കരിങ്കുടി എടുത്ത് ഒരു തുണി എടുത്ത് വീശി കാണിച്ചപ്പോ അവര് പോലീസ് പിടിച്ചോണ്ടുപോയി. ആ ചെറുപ്പക്കാർക്കെതിരെ കയർത്ത് പാഞ്ഞു പോകുന്ന വീഡിയോ ജനം കാണും എന്ന് പോലും ബോധമില്ലാത്ത ഒരാളാണ് ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജ്. ഇനി എന്തെങ്കിലും ഒരു ആവേശത്തിന് ഇല്ലാക്കഥ ഉണ്ടാക്കി പറഞ്ഞാൽ ഈ വിഷ്വൽസ് എടുത്തു വെച്ചുകൊണ്ട് തന്നെ പൊങ്കാലയുടെ അത് തനിക്കും പാർട്ടിക്കും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനും വലിയ ക്ഷീണമായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പോലും ബുദ്ധിയില്ലാത്ത ഒരാളെ ജനപ്രതിനിധിയാക്കണ്ട എന്ന് അങ്ങ് തീരുമാനിച്ചു. അത് മാത്രമല്ല, ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ടല്ലോ, ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് അബിൻ വർക്കി ഇരുത്തി അങ്ങോട്ട് പൊരിച്ചു. ഒരക്ഷരം മിണ്ടാതെ ഇരിക്കുന്ന സാഹചര്യമാണ് പിന്നെ കണ്ടത്. എന്തൊക്കെ അവർ പറഞ്ഞു അതിനെയൊക്കെ അബിൻ വർക്കി പൊളിച്ചിടുന്നത് കണ്ടു. അതങ്ങനെയാ. കേരളത്തിൽ ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾ മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന സംഗതികളെ അതങ്ങനെയല്ല, അത് ഇങ്ങനെയാണ് എന്ന് ഒരു ബിംബം ഉണ്ടാക്കി കൊടുത്ത്, ഒരു ചിത്രം ഉണ്ടാക്കി കൊടുത്ത്, അതിന് പുറമെ ഒരു കഥയും കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നു. അത്തരത്തിലൊരു കഥയാണ് കണ്ണൂരിൽ നടന്നത്. ആ പിള്ളേരെ പോലീസ് കൊണ്ടുപോയി. പോലീസ് കൊണ്ടുപോയതിന് പിന്നാലെ കഴുത്തുളുക്കി നാടകം. ഒരുപക്ഷെ കഴുത്ത് ഉളുക്കി അവർക്ക് ഉണ്ടായിരിക്കാം, പണ്ട് എന്തൊക്കെയോ അസുഖങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഈ ചെറുപ്പക്കാര് അടിച്ച് കഴുത്തൊടിച്ചിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ജയിലിലടച്ചതിന് സമാധാനം പറയേണ്ടവർ. ഈ ജനങ്ങൾ മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അവരുടെ ദേഹത്ത് തൊട്ടിട്ടില്ല, അവർ അടുത്തേക്ക് പോയിട്ടില്ല, അവര് നേരെ ആക്രോശിച്ച് ചാടുകയായിരുന്നു വീണ ജോർജ് എന്ന് എല്ലാവരും കണ്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ 5 ചെറുപ്പക്കാരെ ജയിലിൽ അടച്ചതിന് അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കും. കണ്ണൂരിൽ വെച്ച് ആ ചെറുപ്പക്കാരെ ജയിലിൽ അടച്ചപ്പോ ദൈവം തന്നെ കരുതി, ഇതിനെയൊക്കെ പിടിച്ച് ഈ പദവി കൊടുത്ത് ഇങ്ങനെ കൊണ്ട് ഇരുത്തിയതിൽ എനിക്ക് ഭയങ്കര പ്രയാസമുണ്ടല്ലോ, ആ സാധുക്കളുടെ കണ്ണുനീരിന് ഒരു വില കൊടുക്കണ്ടേ എന്ന്. ഇനി ഇടതുപക്ഷത്തിന് ഭരണം കിട്ടിയില്ലെങ്കിൽ കൂടി പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഈ നാടിനെ ദ്രോഹിച്ചും വീണ്ടും ഇതേപോലെ നാണം കെടുത്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഒരാൾ പോണ്ടെന്നവരങ്ങ് കരുതി. ഏതായാലും ഒരു നല്ല മരുന്നാണ് ജനം ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും ഇമാതിരി തോന്നിയാസങ്ങൾ പറഞ്ഞിട്ടുള്ള, തോന്നിയാസങ്ങൾ ചെയ്തിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും, മുഴുവൻ ജനപ്രതിനിധികൾക്കും നല്ല വിധത്തിലുള്ള തിരിച്ചടി ഓരോരുത്തരായി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജനം അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. Different angles. Don't forget to subscribe and support this channel.